ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു തൊണ്ടിട്ട് വെച്ചേക്കുന്ന ഈ ഒരു ബോക്സ് നമ്മൾ നേരത്തെ മീനെ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് പലർക്കും ഇത് മനസ്സിലായി കാണും ഇത് എന്തിൻ്റെ ബോക്സ് ആണെന്ന്. അപ്പോൾ നിങ്ങളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ പച്ചക്കറി വെക്കുന്ന ഒരു ചെറിയൊരു ബോക്സാണിത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ മീനുകളെ വളർത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ബോക്സിൽ നമ്മൾ കുറേ മീനുകളെ ഇട്ട് വളർത്താറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ വളർത്തലും കാര്യങ്ങളും ഒന്നും ഈ ഒരു ബോക്സിൽ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് തൊണ്ടിട്ട് വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ വിചാരിച്ചു ഈ കാണുന്ന ബോക്സിനെ നമുക്ക് വീണ്ടും ഒരു പ്ലാന്റഡ് നല്ലൊരു ടാങ്കാക്കി മാറ്റാമെന്ന്. അങ്ങനെ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിലെ തൊണ്ടെല്ലാം നമ്മൾ എടുത്ത് റിമൂവ് ചെയ്യുവാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ടൊക്കെ ഡയറക്റ്റ് കൈ ഇടുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. ഇപ്പം ഞാൻ ആദ്യം ജസ്റ്റ് മണ്ടക്കിലത്തെ കുറച്ച് തൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് മാറ്റുന്നത്. 2 ദിവസം മുന്നേ നമ്മൾ ഇതിൻ്റെ കീഴിൽ കൂടി ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്ന നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിങ്ങനെ വെക്കണ്ടാതെ നമുക്കൊരു പ്ലാന്റ് ടാങ്കാക്കി മാറ്റാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കുറച്ചുകൊണ്ട് കൈ കൊണ്ടെല്ലാം തൊണ്ടെടുത്ത് മാറ്റിയെങ്കിലും പിന്നെ നമ്മളൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിയെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ട ഒരു കാര്യം മനസ്സിലാവും. അതിനകത്ത് കുറച്ച് മണ്ണുണ്ട്. ഈ ഒരു മണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ഒരു മീനുകളെ വളർത്തിയ സമയത്ത് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്ത മണ്ണാണ്. പിന്നെ നമ്മൾ അതിന് മാറ്റുമൊന്നും ചെയ്തില്ല. അപ്പോൾ ആ ഒരു മണ്ണ് ഇപ്പോഴും ആ ഒരു ബോക്സിനകത്ത് തന്നെ ഉണ്ട്. എന്തായാലും കമ്പൗണ്ട് കുത്തിയിട്ടാണെങ്കിലും നമ്മൾ എല്ലാ തൊണ്ടും ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കങ്ങനെ വിശ്വസിച്ചിരുന്നാലോട്ട് അകത്തോട്ട് കൈയിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്പിട്ടെല്ലാം കുത്തിയെടുത്ത് ക്ലിയർ ചെയ്തത്. എന്തായാലും അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മണ്ണങ്ങ് കളയണം. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിൽ മീനുകളെ ഏതിനായിരുന്നു ഇട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പികളെ തന്നെയാണ് നമ്മൾ ഇതിൽ വളർത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ആ ജസ്റ്റ് ബ്രീഡായി ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ പല വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് കുഞ്ഞുങ്ങൾ ബ്രീഡായി ഇറങ്ങുമ്പം കുഞ്ഞുങ്ങളെ ജസ്റ്റ് മാറ്റിയിടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബോക്സാണ്. എന്തായാലും നമ്മൾ അതിലെ മണ്ണും കാര്യങ്ങളൊക്കെ തട്ടി പുറത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മളിത് സെറ്റാക്കി വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഗപ്പികളെ അല്ല, വേറൊരു മീനാണ്. ഇനി എന്തായാലും നമുക്കിത് കൊണ്ടുപോയി നല്ലപോലെ കഴുകി അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ മണ്ണും പ്ലാന്റ്സും എല്ലാം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ മീനെ ഇറക്കി വിടുന്നില്ല. അല്ല, നമ്മുടെ മീനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മീൻ ശരിക്കും പറഞ്ഞാൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമുക്ക് മീനുകളെ തരുന്നത്. അപ്പം ഏത് മീനാണെന്നൊക്കെ നമുക്ക് വഴിയെ അറിയാം. എന്തായാലും നമ്മൾ ഇന്ന് ജസ്റ്റ് ഈ ഒരു ടാങ്ക് ഒന്ന് സെറ്റാക്കി വെക്കുക, അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് ജസ്റ്റ് കുറച്ച് ഇതാണ്ട് ഇവിടെ വാഴയുടെ നമ്മുടെ കച്ചി ഇത് എടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ടാങ്കൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു വാഴയുടെ കച്ചി തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് നല്ലപോലെ തേച്ചൊരച്ചങ്ങോട്ട് കഴുകും. എന്തായാലും ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കഴുകിയൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്തുവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു നോർമലായിട്ടുള്ളൊരു സാധനമാണ്. അത് വലിയ പ്ലാന്റ്സ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെറും നോർമലായിട്ടുള്ളൊരു ടാങ്ക്. ഞാൻ നേരത്തെ വളർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഗപ്പികളെയൊക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മോൺസ്റ്റർ ഫിഷിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്ന മീനുകളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ച് വളർത്തുകയൊന്നും ചെയ്തിട്ടുള്ളതല്ല. എന്തായാലും ഒരു കാര്യം പറയട്ടെ, വലിയ സ്പെഷ്യലായിട്ടുള്ള മീനൊന്നുമല്ല. എന്തായാലും നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും നിങ്ങളെല്ലാവരും വളർത്തിയിട്ടുള്ള ഒരു മീനുകൾ തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ വാങ്ങിക്കുന്നത്. അപ്പം കുറച്ച് കുഞ്ഞുങ്ങളെയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ വാങ്ങിച്ച് കുറച്ച് ഇതിനകത്തിലോട്ട് ഇടാമെന്ന് വെച്ചാണ്. അപ്പം നമുക്കത് എന്തായാലും വരുമ്പോൾ കാണാം സാധനത്തിന്. എന്തായാലും നമ്മുടെ ആ ഒരു ബോക്സ് നമ്മൾ ഒരിടത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മണ്ണ് കുറച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ അക്വേറിയം ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം. അപ്പോൾ ആ ഒരു മണ്ണെടുത്ത സെയിം സ്പോട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി മണ്ണെടുക്കുന്നത്. അങ്ങനെ ആ ഒരു മണ്ണെടുത്തിട്ട് നമ്മൾ 2-3 വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ അക്വേറിയത്തിടാൻ നേരം നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് അത്ര ആവശ്യമില്ല. കാരണം കുറച്ച് താമസിച്ചാണെങ്കിലും വെളിയിരിക്കുന്ന ഒരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ പെതി ഒന്ന് ക്ലിയർ ആയി വന്നാലും മതി. അപ്പോഴത്തേക്കേ നമ്മുടെ മീനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലെത്തത്തുള്ളൂ. എന്തായാലും നമുക്ക് നമ്മൾ ആ ഒരു മണ്ണൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് അതെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. ഈ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വേണം നമുക്ക് പ്ലാന്റ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്യാനാത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമലായിട്ടൊരു ടാങ്കാണ് നമ്മളിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ വെക്കുന്ന പ്ലാന്റും നോർമലായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും പ്ലാന്റ് ഏതാണെന്നൊക്കെ വഴിയെ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പം മണ്ണൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. എന്തായാലും ചെറിയ ഇപ്പോൾ കലക്കലും കാര്യങ്ങളൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കറക്റ്റ് ഒന്ന് സെറ്റായി വന്നോളൂ നമ്മുടെ ആ ഒരു മീൻ കയ്യിലെത്തുമ്പോഴത്തേക്കും. എന്തായാലും പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു ബോക്സിൽ നമ്മുടെ ആ ഒരു മണ്ണും എല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലാന്റ്സ് തൊട്ട് കൊടുക്കണം. അപ്പോൾ പ്ലാന്റ്സ് ഏതാ എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളർത്തുന്ന ഒരു പ്ലാന്റാണത്. വേറെ ഒന്നുമല്ല, ഈ കാണുന്ന മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ഇവിടെ കുറേ ഇങ്ങനെ പൊട്ടിക്കളിച്ച് ഇങ്ങനെ ചെറിയ തൈയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി. കാരണം നമുക്ക് എന്തുകൊണ്ട് ഇതൊന്ന് യൂസ് ചെയ്തുകൂടാ നമ്മുടെ ആ ഒരു പ്ലാന്റ് ടാങ്ക് ജസ്റ്റ് ആ ഒരു ബോക്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലെ ഒരു 5-6 എണ്ണം നമ്മളങ്ങ് പറിച്ചങ്ങ് എടുത്തു. ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല, നമ്മുടെ ആ ഒരു മണി പ്ലാന്റ് നേരിട്ട് നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് അങ്ങ് നട്ടു കൊടുക്കുവാണ് ഓരോ മൂലയ്ക്കായിട്ട്. എന്തായാലും ഇതൊന്ന് സെറ്റായി വരാൻ കുറച്ച് ദിവസം എടുക്കും. എന്തായാലും അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മീനൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാന്റൊക്കെ ഇതിൽ കറക്റ്റ് സെറ്റായി നിന്നോളും.
അപ്പോഴത്തേക്കും നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് വെള്ളമൊക്കെ നനച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിലൊക്കെ നിർത്തണം. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം നിറച്ച് നമ്മുടെ ആ ഒരു മീൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഇറക്കി വിടാൻ പാകമാക്കി എടുക്കത്തുള്ളൂ. ഏകദേശം 1-2 വർഷം മുൻപ് വരെ ഇതിൽ മീൻ ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ടാങ്ക് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. എന്തായാലും ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിൽ തൊണ്ടിട്ട് വെക്കാനും വേറെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും ചുമ്മാ ഇങ്ങനെ കിടക്കുമായിരുന്നു ഈ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ അടുത്തൂടെ ഈ പാമ്പൊക്കെ ഇഴയാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമുക്കൊരു പേടി. കാരണം എന്താ വെച്ചാൽ അങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അബദ്ധത്തിൽ കൈയിട്ടാൽ പണിയാവും. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്തെങ്കിലും ടാങ്കോ എന്തെങ്കിലും ചെയ്യണം, ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും പാമ്പിൻ്റെ ശല്യമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒട്ടും വൈപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസത്തെ താമസം മാത്രം നമ്മുടെ മീനോടെ നമുക്ക് കയ്യിലൂടെ നിന്ന് കിട്ടാൻ, അതുകൂടെ കിട്ടിയാൽ സെറ്റ്.